ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അച്ചൂസിൻ്റെ സെൻഡ് ഓഫ് ആണ് കേട്ടോ അംഗൻവാടിയിലെ. അപ്പോൾ ആൾക്ക് രാവിലെ ഒട്ടും വയ്യായിരുന്നു, നല്ല വയറുവേദനയും ഛർദിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പോണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ഇതൊക്കെ ലൈഫിൽ മിസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാത്തൊരു നിമിഷങ്ങളല്ലേ, അതുകൊണ്ട് കൊണ്ടുപോയതാട്ടോ. അംഗൻവാടിയിൽ എത്തിയപ്പോൾ തൊട്ട് വീണ്ടും വയറുവേദന അതേപോലെ തന്നെ തുടങ്ങി. അപ്പോൾ മെമ്പറൊക്കെ വന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും പരിപാടിയിൽ പങ്കെടുത്തു. അച്ചു അപ്പോഴൊക്കെ ആകെ വേദനയും ഇടങ്ങേറൊക്കെ ആയിട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ച് നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം പരിപാടിക്കൊക്കെ നിൽക്കും, പിന്നെ എൻ്റെ മേത്ത് കയറിയിരിക്കും. അങ്ങനെയൊക്കെ എങ്ങനെയോ ഇന്ന് തള്ളി നീക്കി എന്ന് പറയാം. കാരണം ഈ ഒരു വർഷത്തിനുള്ളിൽ ഓൻ ഇത്രയും ആക്റ്റീവ് അല്ലാതെ നിന്നത് ഈ ഒരു പരിപാടിക്കാണ്. കാരണം ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കുട്ടികൾ, സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും പുതിയ കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും മുട്ടായിയൊക്കെ കൊടുത്ത് ടീച്ചർ സ്വീകരിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ടീച്ചർ എന്ന് പറഞ്ഞാൽ മുമ്പ് ഈ അംഗൻവാടിയിൽ ഉണ്ടായിരുന്ന ടീച്ചറാണ്. അപ്പോൾ ടീച്ചറും കുട്ടികൾക്ക് മുട്ടായിയൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ അമ്മമാരും കുട്ടികളൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് പിന്നെ എല്ലാ കുട്ടികൾക്കും ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിച്ചു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉള്ളിൽ പോയി ഇരുന്നിട്ട് ടീച്ചർ ഒന്ന് രണ്ട് വർത്താനം ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് നല്ലപോലെ മനസ്സിൽ തട്ടിയിട്ടോ. കാരണം കുട്ടികളെ ഈ ഒരു വർഷത്തോളം ടീച്ചർ വായിച്ചേച്ചി നല്ലോണം നോക്കിയതല്ലേ. പോവുകയാണ്. എന്തായാലും പിന്നെ നമ്മുടെ കുട്ടികൾ ഇവിടുന്ന് എത്ര ചെറുതാണെങ്കിലും എന്താണെങ്കിലും നമ്മളൊരു സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോൾ അതിൻ്റെതായ ഒരു സങ്കടം എന്തായാലും ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ മൊമെൻറ്റോയൊക്കെ കൊടുത്തിട്ടോ കുട്ടികൾക്ക്. അവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് കൊടുത്താൽ ജീവിതകാലം മുഴുവൻ അവർക്കത് കാണാമല്ലോ. അപ്പോൾ നല്ല നിമിഷങ്ങളാണ് കേട്ടോ എൻ്റെ അച്ചുവിൻ്റെ ജീവിതത്തിൽ ഈ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് എന്തായാലും അവിടെ എത്തിക്കണമല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുപോയത്. അപ്പോൾ ഇതൊക്കെ കിട്ടിയപ്പോൾ തന്നെ ആൾ നല്ല ഹാപ്പിയായി. പക്ഷേ വയ്യാത്ത ഒരു ചെറിയ പ്രശ്നം കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പായസമൊക്കെ കുടിച്ച്, അച്ചു കുടിച്ചില്ല കേട്ടോ. അങ്ങനെ വീട്ടിൽ പോകാൻ നേരത്ത് പിന്നെ ടീച്ചർ ശരി കുറച്ച് കാര്യങ്ങളൊക്കെ അച്ചുവിനോട് ഇങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി. എത്രയുള്ള